ഹായ് ഗൈസ്, ഒരു അടിപൊളി സിമ്പിൾ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിന് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഉണ്ട് അടുപ്പത്ത് വെച്ചാൽ, പിന്നെ നമ്മളെ സ്വന്തം റേഷൻ കടയിലെ സ്വന്തം ആട്ടപ്പൊടി അതും കൂടി ഉണ്ട് എടുത്തോളി. നമ്മളെ ശർക്കര ഇവിടെ അതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ കുറച്ച് നേരം ഒന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ആട്ടപ്പൊടി ഒന്ന് ബൗളിലേക്ക് ഇട്ടിട്ട് വരാം. ഇതിങ്ങനെ ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. പിന്നെ ഇത് വേഗം ഉണ്ടാക്കി നോക്കിക്കോളിട്ടാ, അത്ര വലിയ പണിയൊന്നുമില്ല, എളുപ്പപ്പണിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഓളിത് പറഞ്ഞപ്പോഴും ഞാൻ ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് മോശം അഭിപ്രായം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാം. പിന്നെ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടുങ്ങാണ്ട് മാത്രം പോവില്ലടോ, ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയേ, ഒന്ന് ലൈക്ക് ചെയ്യേ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ. ഇതേപോലെ മടിച്ച് പിടിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഓലും ഒന്ന് ഉണ്ടാക്കട്ടെ, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈ ആട്ടപ്പൊടിയൊക്കെ എല്ലാവരോടും സ്റ്റോർ റൂമിലും എല്ലാന്നുണ്ടെങ്കിൽ വല്ല ബക്കറ്റിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് കുത്തുമ്പോൾ അടുത്ത് വലിച്ചേറി. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് തിന്നാൻ കൊടുത്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശർക്കര ഇവിടെ അണ്ട് ചൂടാറി വന്നപ്പോൾ നമ്മളിത് കുറേശ്ശെ വെള്ളം പാർന്ന് ശർക്കര പാനി കണ്ട് പാർന്ന് കൊടുത്തുങ്ങാണ്ട് ഇതേപോലെ കട്ടല്ലാതെ കണ്ട് എന്താ പറയുക, ഇതിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ സ്പൂണിലിങ്ങനെ കോരുമ്പോൾ അതിങ്ങനെ സ്പൂണുമെന്ന് ഇങ്ങോട്ട് വിൽക്കണം, ആ പരുവത്തിൽ ഇങ്ങോട്ട് എടുക്കുക. ഇതേപോലെ. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ഓരോ സ്പൂണും അവിടെ കോരിയിട്ട് കൊടുക്കുക. ഇതിനിങ്ങനെ ഓരോ സ്പൂണും കോരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ഇതാക്കണ്ട. ആ ഇടുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിങ്ങാണ്ട് ഒന്നോട്ട് കുറച്ച് വെച്ചാൽ വേണ്ടി. ഉള്ളി വേവും വേണം, എന്നാൽ കരിയും ചെയ്യരുത്. ആ രൂപത്തിലായിക്കോട്ടെ. അപ്പം എങ്ങനെ ഇന്ന് തന്നെ ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ എത്രയും നേരമായി, നാളെ നോക്കിക്കോളി, നാളെ എന്തായാലും ഉണ്ടാക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ഒരു ഭാഗം നിറം മാറി വന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കുക. സംഭവം കിടിലൻ ടേസ്റ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് മക്കളെ കുർത്തപ്പം. പേരൊക്കെ അടിപൊളിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് രണ്ട് ഭാഗം കൊണ്ട് നെരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഓക്കെ, ബായ്.